ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, കേരളത്തിൻ്റെ പൊതുഗതാഗത രംഗത്തെ ഏറ്റവും മികച്ച ചുവടുവെപ്പാണ് കൊച്ചി മെട്രോ. 1999 EK നായനാർ സർക്കാരിൻ്റെ കാലത്താണ് കൊച്ചി മെട്രോ എന്ന ആശയം അവതരിപ്പിക്കപ്പെടുന്നത്. പദ്ധതിയുടെ DPR നടക്കുന്നത് 2004 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. 2006 നിർമ്മാണം തുടങ്ങി 2010 പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമെങ്കിലും സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന നിർദ്ദേശത്തോട് കേന്ദ്രം എതിർപ്പുന്നയിച്ചു. 2011 ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോഴാണ് മെട്രോയുടെ നിർമ്മാണത്തിലേക്ക് കടന്നതും കാലാവധി തീരുന്നതിന് മുമ്പ് പരീക്ഷണ ഓട്ടത്തിൻ്റെ ഉദ്ഘാടനം തുടങ്ങിയവ നടന്നത്. പിന്നീട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2017 ജൂൺ 17 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. യാത്രകളെ അനായാസമാക്കുന്ന, ഗതാഗത കുരുക്കില്ലാത്ത നഗരത്തിൻ്റെ വിശാല ദൂരങ്ങളെ മിനിറ്റുകളിലേക്ക് ചുരുക്കുന്ന, പ്രതിദിനം 1 ലക്ഷം പേർ യാത്ര ചെയ്യുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തിൻ്റെ വിജയത്തിന് തെളിവാണ് കൊച്ചി മെട്രോ. മെട്രോയുടെ ആദ്യഘട്ടം ആലുവ മുതൽ പേട്ട വരെയായിരുന്നു. രണ്ടാം ഘട്ടത്തിലാണ് തൃപ്പൂണിത്തറ വരെ മെട്രോ സർവീസ് ആരംഭിച്ചത്. മൂന്നാം ഘട്ടമായി ആലുവ മുതൽ എയർപോർട്ട് വഴി അങ്കമാലി വരെ നീട്ടുന്നുള്ള വിശദ പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ചാലക്കുടി കൊച്ചി മെട്രോ നഗരത്തിൻ്റെ ഉപഗ്രഹ നഗരമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. 30 ലക്ഷത്തോളം വിദേശ സഞ്ചാരികളാണ് അതിരപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് പ്രതിദിനം വന്നുകൊണ്ടിരിക്കുന്നത്. കൊരട്ടി ഇൻഫോ പാർക്ക് ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ ഗതാഗത സംവിധാനങ്ങളെ അനായാസമാക്കുന്നതിന്, ആ നാടിൻ്റെ വികസനത്തിന് കൂടി ഉൾപ്പെടുന്ന ഈ കൊച്ചി മെട്രോ ചാലക്കുടി വരെ നീട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കൊച്ചിയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് ആരംഭിച്ച കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ ഒന്നാം ഘട്ടം 4 റീച്ചുകളിലായാണ് പൂർത്തീകരിച്ചത്. ആദ്യ 2 റീച്ചുകൾ 2017 മൂന്നാമത്തെ റീച്ച് 2019 നാലാമത്തെ റീച്ച് 2020 പൂർത്തിയാക്കി ഗതാഗതം ആരംഭിച്ചു. 2022 പദ്ധതിയുടെ ഘട്ടം 1A-യും 2023 ഘട്ടം 1B-യും യാഥാർത്ഥ്യമാക്കി. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ മെട്രോ ദീർഘിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 2026 ഇത് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. മൂന്നാം ഘട്ടത്തിൽ ആലുവ മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി അങ്കമാലി വരെ മെട്രോ നീട്ടുന്നതിനുള്ള വിശദമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. മറ്റ് നിർദ്ദേശങ്ങൾ ഇപ്പോൾ പരിഗണനയിലില്ല.